റിക്കി, രാഹുൽ. ഹായ് അങ്കിത, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാത്രി താനയച്ച ഭക്ഷണമില്ലേ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും എന്നെ സിറ്റിയിലേക്കൊന്ന് ഡ്രോപ്പ് ചെയ്യോ? അവിടെ നിന്ന് നീ എയർപോർട്ടിലേക്ക് എങ്ങനെ പോകുന്നത്? ക്യാബിൽ പോയിക്കോളാം. റിക്കി, നീ അങ്കിത ഒന്ന് ഡ്രോപ്പ് ചെയ്യ്. രാഹുൽ, ഇവിടെ എനിക്ക് കുറച്ച് ജോലികളുണ്ട്. നീ തന്നെ ഡ്രോപ്പ് ചെയ്താൽ മതി. അല്ല, നീ തന്നെ ഡ്രോപ്പ് ചെയ്യ്. എനിക്കിവിടെ കുറച്ച് ജോലിയുണ്ട്, എന്നെ കൊണ്ട് പറ്റില്ല. നീ പോയി ഡ്രോപ്പ് ചെയ്യ്. നീ തന്നെ ഡ്രോപ്പ് ചെയ്താൽ മതി. ആരെങ്കിലും ഒന്ന് ഡ്രോപ്പ് ചെയ്യുന്നുണ്ടോ? അതോ ഞാൻ ഒറ്റയ്ക്ക് പോണോ? ഒന്നുകിൽ നമ്മളെ സ്നേഹിക്കുന്നവരുടെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരുടെ കൂടെ നിൽക്കണം. അവസാനം വരെ അതിനൊരു ക്ലാരിറ്റി ഉണ്ടായില്ല. ശരീരത്തിനാണ് മരണം ഉണ്ടാകുന്നത്, ആത്മാവിനല്ല. മനുഷ്യൻ എന്തെങ്കിലും ആഗ്രഹം ബാക്കി വെച്ചാൽ മരിക്കുന്നെങ്കിൽ ആത്മാവിന് ശാന്തി കിട്ടില്ല. അതുപോലെ ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെയാണോ പെരുമാറിയത്, അതുപോലെ ആയിരിക്കും മരണശേഷം ആത്മാവും പെരുമാറുക. അതുപോലെ എവിടെ വെച്ചാണ് ഒരാൾ മരണപ്പെടുന്നത്, ആ സ്ഥലത്ത് ആ ആത്മാവിന് ശക്തി കൂടുതലായിരിക്കും. ഒന്നുമില്ല. എക്സ്ക്യൂസ് മീ. എൻ്റെ പേര് റിക്കി എന്നാ. ഞാൻ ഈ നാട്ടിലെ പുതിയ ആളാ. പടേൽ സാറിന്റെ വീട്ടിലേക്ക് വന്നതാ. രംഗണ്ണൻ ഇവിടെ ഇല്ല, ജോലിക്ക് പോയിരിക്കുക. അയ്യോ അല്ല, ഞാൻ രംഗണ്ണനെ അന്വേഷിച്ച് വന്നതല്ല. ഈ നാടൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടുകൊണ്ട് നടന്നപ്പോ നല്ല ദാഹം തോന്നി വന്നതാ. കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടോ? അകത്തേക്ക് വരും. താങ്ക്സ്. വെള്ളം. താങ്ക് യു. ഇങ്ങനെ തന്നേക്ക്.
ഒരു മിനിറ്റ്. എന്നെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്ത് കാര്യ? ചോദിക്കേ. അത് എന്താന്ന് വെച്ചാൽ, ആക്ച്വലി ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നത് ഈ നാടിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഇവിടുത്തെ കൾച്ചറിനെ പറ്റിയും റിസർച്ച് നടത്താൻ വേണ്ടിയാണ്. ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. നിങ്ങളുടെ ഭർത്താവിൻ്റെ ആത്മാവ് ഈ നാട്ടിൽ അലഞ്ഞിരിഞ്ഞ് നടക്കാമെന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞു നടക്കുന്നില്ലേ? ഏയ് ഐ എം സോറി. നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. അങ്ങനെ ഒരു ആഗ്രഹം എനിക്കില്ല. സാരമില്ല, വിട്ടുകള. ഞാൻ ഇറങ്ങാം. ഒരു നിമിഷം. പറയാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പറ്റുന്നില്ല. എന്നാലും പറയാം. വിധവയാണെന്നുള്ള അപമാനത്തിന്റെ നിഴലില് കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ ഇത്രയും കാലങ്ങൾക്ക് ശേഷം നീ മാത്രം എൻ്റെ അടുത്ത് വന്ന് സ്നേഹത്തോടെ സംസാരിക്കുന്നത്. എൻ്റെ ഉള്ളെന്താണെന്ന് മനസ്സിലാക്കാൻ നിനക്ക് മാത്രമേ സാധിച്ചുള്ളൂ. ഞാനിതൊക്കെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുമെങ്കിൽ ഞാൻ പറയാൻ തയ്യാറാ. എൻ്റെ ഭർത്താവ് മരിച്ച ശേഷം അതുപോലൊരു സ്നേഹം പിന്നീട് അനുഭവിച്ചത് മന്മഥന്റെ അടുത്ത് നിന്നാ. മോളെ രത്നേ. ഓ സരോജിനി ചേച്ചിയോ, എന്താ വിശേഷിച്ച്? സുഖമായിട്ടിരിക്കുന്നോ? അതെ അതെ സുഖാ മോളെ. രംഗൻ ഇവിടെ ഇല്ലേ? രംഗണ്ണനിപ്പോ പുറത്തു പോയതേ ഉള്ളൂ. എന്താ ചേച്ചി കാര്യം? മോളുടെ കല്യാണം ക്ഷണിക്കാൻ വന്നതാ. ഓ കല്യാണമായോ? അത് നന്നായി. നോക്കട്ടെ. ഭർത്താവ് മരിച്ച ആൾക്ക് ഇതൊന്നും കയ്യിൽ കൊടുക്കാൻ പാടില്ലെന്നാ. അത് നല്ലല്ലെന്ന് അറിഞ്ഞൂടെ? രതി, ശരിയാക്കി തരാ ഞാൻ. മന്മത നിക്കടാ അവിടെ. എടാ പരനാറി, നിനക്ക് എന്റെ പെങ്ങളെ തന്നെ വേണോലടാ. അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. പ്രേമത്തിന്റെ പേരും പറഞ്ഞ് അവളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കരുത്. അവന്റെ ഒരു പ്രേമവും മണ്ണാങ്കട്ടെ. ചേട്ടോ, അകത്ത് വെടിക്കെട്ട് ശബ്ദം വരുന്നല്ലോ. എന്താ ഉണ്ടായേ? അതൊന്നുമില്ലടാ. ആ രംഗനാഥനില്ലേ, അയാളൊരു പൊട്ടങ്കണാപ്പനാ. വന്നുടനെ എൻ്റെ കാലിലൊക്കെ വീണന്നേ. എൻ്റെ പെങ്ങളെ കെട്ടുവോ എന്ന് ചോദിച്ചു. ഞാനെന്ത് പറയാനാ, എനിക്കിപ്പോൾ സമയമൊന്നുമില്ല. പിന്നെ എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞ് അയക്കാം അങ്ങോട്ടെന്ന് പറഞ്ഞു. അതെന്താടാ മണി, മന്മഥൻ എന്നുള്ള പേര് കേട്ട ഉടനെ പെണ്ണുങ്ങളൊക്കെ വരുമല്ലേ, എന്നെ കല്യാണം കഴിക്കുന്നു പറഞ്ഞ്.